Hello guys, welcome back to Cross Borders. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ APSന്റെ ബെസ്റ്റ് പേയ്മെന്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. APSന് രണ്ട് പേയ്മെന്റ് ഓപ്ഷൻസ് ആണുള്ളത്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. നമ്മൾ ഓൾറെഡി APSന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും ചിലപ്പോൾ അത് കണ്ടു കാണും. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഓഫ്ലൈൻ മെത്തേഡ് ആയിരുന്നു സജസ്റ്റ് ചെയ്തിരുന്നത്. കാരണം ആ സമയത്ത് ഓൺലൈൻ മെത്തേഡിന് ഒരുപാട് ഫെയിലിയേഴ്സും ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്ലൈൻ മെത്തേഡാണ് എല്ലാവരോടും സജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഇഷ്യൂസൊക്കെ അവർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ചേഞ്ചസും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. APSന് ടോട്ടൽ 7 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ 7th സ്റ്റെപ്പാണ് പേയ്മെൻറ്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മെത്തേഡ് ഉണ്ട്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. ഓഫ്ലൈൻ മെത്തേഡാണ് നിങ്ങൾ പേയ്മെൻറ്റിന് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ APSന്റെ വെബ്സൈറ്റിൽ ഈ കാണുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ എമൗണ്ട് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഓർ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 7th സ്റ്റെപ്പായ പേയ്മെന്റ് ഡീറ്റെയിൽസിൽ നിങ്ങൾ പേയ്മെന്റിന്റെ ട്രാൻസാക്ഷൻ റെഫറൻസ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള CC അവന്യൂ ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നേരെ നിങ്ങൾ റീഡയറക്ട് ചെയ്ത് CC അവന്യൂവിന്റെ പേയ്മെന്റ് പേജിലേക്ക് പോകും. ആ പേജിൽ നിങ്ങളുടെ ബില്ലിംഗ് അഡ്രസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേയ്മെന്റ് ഓപ്ഷനും സെലക്ട് ചെയ്യും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്, ഇതിൽ ഏതെങ്കിലും വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇനി പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു പേയ്മെന്റ് സക്സസ്ഫുൾ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് APS അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. എന്നിട്ട് പേയ്മെന്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റസ് കാണാൻ പറ്റും. കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് സക്സസ്ഫുൾ ആണ്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു പേയ്മെന്റ് സക്സസ്ഫുൾ ആയില്ല, ഇനി ക്യാൻസൽഡ് എന്നാണ് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളൊരു 3 to 4 hours വെയിറ്റ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 4 hours ശേഷം നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ക്യാൻസൽഡ് എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കേണ്ട. നിങ്ങളുടെ APS അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സബ്മിറ്റഡ് ഡേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള പേയ്മെന്റ് ഡീറ്റെയിൽസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ പേ നൗ ഓപ്ഷൻ കാണാം. അതിൽ സെയിം CC അവന്യൂ എടുത്ത് റിപ്പീറ്റ് ചെയ്യുക, പ്രോസസ് പേയ്മെന്റ് ചെയ്യുക. ഇനി നിങ്ങൾ ആദ്യം സബ്മിറ്റ് ചെയ്ത പേയ്മെന്റ് ക്യാൻസൽ ആയപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് ഡെബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. 3 to 4 ബിസിനസ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്കത് തിരിച്ച് ക്രെഡിറ്റ് ആവും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓഫ്ലൈൻ മെത്തേഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 7th സ്റ്റെപ്പിന് മുൻപായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് 7th സ്റ്റെപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി അതല്ല ഓൺലൈൻ മെത്തേഡ് CC അവന്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ 7th സ്റ്റെപ്പിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ CC അവന്യൂ ആണ്. കാരണം നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റർ ആവും. ഓഫ്ലൈൻ പേയ്മെൻറ്റ് എത്തുന്നതിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് അത് അപ്ഡേറ്റ് ആവുകയും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു APS പ്രോസസ്സ് ഈസിയർ ആവും. സോ എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ CC അവന്യൂ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഓർ മെസ്സേജസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.